നിങ്ങൾ ഈ ബിസിനസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കെയിലബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പറയുന്ന ലിമിറ്റ് ഇപ്പൊ സർവീസ് സെക്ടർ ഇൻഡസ്ട്രി ആണെങ്കിൽ 20 lakhs ടേൺ ഓവർ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ട്രേഡിംഗ് 40 lakhs ടേൺ ഓവർ ഇയർലി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ GST എടുത്താൽ മതി. ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് പോകാവുന്നതാണ്. ബട്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുകാർ ഇപ്പൊ നിങ്ങൾ നാളെ ഭാവിയിൽ ഒരു ബാങ്ക് ലോൺ, അതായത് ഇപ്പൊ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് നടത്തുന്ന ആളാണ്, നിങ്ങൾക്ക് ഒരു മെഷീനറി കാര്യങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്, അപ്പൊ ഒരു ടേം ലോണിന് ബാങ്കിന് അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഇനി FMCG കമ്പനി നടത്തുന്ന ആളാണ്, അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ബാങ്കിൽ നിന്ന് കുറച്ചൊരു ഫണ്ടിങ് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാനിലുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു ബ്രാഞ്ചോ കാര്യങ്ങളോ പ്ലാനിലുണ്ട്, അപ്പൊ ഒരു ബാങ്ക് ലോണ്, ഇങ്ങനത്തെ എന്തെങ്കിലും കേസസ് നിങ്ങൾ വരും ഭാവിയിൽ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിട്ട് ഒരു ബാങ്കിൽ കൊടുക്കാവുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് മന്ത്ലി GST ടേൺ ഓവറിന്റെ ഡീറ്റെയിൽസ്. GSTR 1ഉം 3Bയും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിന് മന്ത്ലി എന്ത് ടേൺ ഓവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബാങ്കിനെ ഒരു ലോണിന്റെ പർപ്പസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാങ്കിന് കൊടുക്കാവുന്ന ഒരു ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ലോണ് കാര്യങ്ങളൊക്കെ പ്ലാനിലുള്ള ആളുകൾ രജിസ്ട്രേഷൻ എടുക്കുകയാണ് നല്ലത്.